കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠ നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഓരോ നിമിഷവും ദിവസവും ദൈവം ദാനം നൽകുന്നത് അവിടുത്തെ ദയയും വിശ്വസ്തതയും കരുണയും കരുതലും ഓർത്ത് ദൈവത്തെ സ്തുതിക്കാനും കർത്താവിൻ്റെ വരവിനു വേണ്ടി ഒരുങ്ങാനും ആണ് എന്നുള്ള സത്യം നാം മറന്നു പോകരുത്. ലോകവും അതിൻ്റെ മോഹം ഒഴിഞ്ഞു പോകും. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനോ ഒരു ദിവസം നിൽക്കുമെന്നല്ല, എന്നേക്കും നിലനിൽക്കുന്നു എന്നാണ് നാം വായിക്കുന്നത്. അതുകൊണ്ട് ചെയ്യേണ്ടത് ദൈവത്തിൽ ആശ്രയിക്കണം. യഹോവയാമിയാകിൽ ശാശ്വതമായ ഒരു പാറയുള്ളതിനാൽ യഹോവയിൽ ആശ്രയിക്കുവാൻ തയ്യാറാകുമ്പോൾ യശയ്യാപ്രവചനത്തിൽ വായിക്കുന്നു, ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിൽ നേരെ ആഞ്ഞടിക്കുമ്പോൾ എളിയൊരു ദുർഗമായി, കഷ്ടത്തിൽ ശക്തമായ ഒരു ദൈവിക സാന്നിധ്യമായി, കൊടുങ്കാറ്റിൽ ശരണമായി, ഉഷ്ണത്തിൽ തണലായി ഒക്കെ ദൈവം നമുക്ക് വേണ്ടി വെളിപ്പെട്ടു. മരുഭൂമിയിൽ തൻ്റെ ജനത്തെ എങ്ങനെ നടത്തണമെന്ന് ദൈവത്തിനറിയാം. ഭയങ്കര ചൂടുള്ളപ്പോൾ പ്രയാണത്തിൽ അല്ലെങ്കിൽ മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ കൊടുങ്കാറ്റ് അടിച്ചാൽ ചൂട് കൂടും. ജനം വെള്ളം കിട്ടാതെ അവരുടെ ശരീരത്തിൽ നിർജ്ജലീകരണം വന്ന ലോകത്തിൽ നിന്ന് മാറ്റപ്പെടാൻ സാധ്യതയുണ്ട്. നാവ് വരളും. പക്ഷെ നോക്കണേ, ദൈവം അവിടെ പകൽ മേഘസ്തംഭമായി എന്നുവെച്ചാൽ AC കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം അവരുടെ ടെമ്പറേച്ചറിനെ നിയന്ത്രിക്കാൻ, ചൂടിൻ്റെ കാഠിന്യത്തെ കുറയ്ക്കാൻ മേഘസ്തംഭത്തിൽ ഇറങ്ങി വന്നു. അതിൻ്റെ അർത്ഥം മരുഭൂമിയിലൂടെ പോകാൻ പറഞ്ഞിട്ട് മാറി നിൽക്കുന്ന ഒരു ദൈവത്തെ അല്ല സേവിക്കുന്നത്. നീ ചൂടിലൂടെ പോകുമ്പോൾ നിനക്ക് മുമ്പായി ഇറങ്ങി വന്ന ചൂടിൻ്റെ കാഠിന്യത്തെ കുറയ്ക്കാൻ AC-യെ എങ്ങനെ യൂസ് ചെയ്യുന്നു, അതിനേക്കാൾ ടെമ്പറേച്ചർ ക്രമീകരിച്ച് എന്നെയും നിങ്ങളെയും കഴിഞ്ഞ നാളുകളിൽ നടത്തിയ ദൈവത്തിൻ്റെ കരുണയൊന്ന് ഓർക്കാമോ? രാത്രിയിൽ അഗ്നിസ്തംഭമായി ഇറങ്ങി വന്നു എന്ന് പറഞ്ഞാൽ, അതിശൈത്യമുള്ള ജനുവരി ഫെബ്രുവരി മാസങ്ങൾ നമുക്കറിയാം. മരുഭൂമിയിൽ മഞ്ഞ് പെയ്തിറങ്ങും, കഠിനമായ തണുപ്പാണ്. നമുക്കത് ഫേസ് ചെയ്യാൻ പറ്റില്ല. ശരീരം മരവിച്ച് തളർന്നു പോകും, അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടും. ജനത്തെ മരുഭൂമിയിലൂടെ വിട്ടിട്ട് ദൈവം മാറിപ്പോയില്ല കേട്ടോ. രാത്രിയിൽ ദൈവം ഒരു ഹീറ്ററായി ഇറങ്ങി വന്ന് അതിശൈത്യത്തെ നിയന്ത്രിച്ചെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, കടന്നു പോകുന്ന പാതകളിൽ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. എന്നെ ആരും കാണുന്നില്ലേ? എന്നെ അറിയുന്നില്ലേ? ഞാനിവിടെ തളർന്നു പോകുമോ? മരവിച്ചു പോകുമോ? ഇല്ലാതായിത്തീരുമോ എന്നുള്ള ചിന്ത ഈ പ്രഭാതത്തിലും മാറ്റിവെച്ചിട്ട് മരുഭൂമിയിലും ഇറങ്ങി വരാനും. മരുഭൂമിയിൽ റെസ്റ്റോറൻറ്റുകളൊന്നുമില്ല, ഉണ്ടോ? പക്ഷെ അവിടെയും മേശയൊരുക്കാൻ ആരവിടെ കരുതുമെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന ശ്രേഷ്ഠകരമായ മന്നയും, അവർക്ക് ഇറച്ചി വേണമെന്ന് പറഞ്ഞു. എവിടുന്ന് കിട്ടുമെന്ന് മോശ പോലും ചോദിച്ചപ്പോൾ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ കിടന്ന ലിവ്യാതാന്മാരുടെ തലകളെ തകർത്തുകൊണ്ട് തൻ്റെ ജനം ഇരിക്കുന്നിടത്ത് കാടപ്പക്ഷിയാക്കി വർഷിപ്പിച്ചു കൊടുത്ത ദൈവം, പ്രിയരെ, ഇന്നും ജീവിക്കുന്നില്ലേ? ഇന്നും വീര്യം പ്രവർത്തിക്കുന്നില്ലേ? ഇന്നും ആ കരം കുറുതായി പോയിട്ടുണ്ടോ? നിങ്ങളുടെ ആവശ്യങ്ങൾ ആരും അറിയത്തില്ല. പക്ഷേ പ്രാർത്ഥനാ മുറിയിൽ നിങ്ങൾ
നെടുവേർപ്പെടുന്ന വിഷയങ്ങൾ ഇന്ന് പകൽ സ്വർഗം അറിയുന്നു. നിങ്ങൾക്ക് കരുത്തു നൽകുന്നു. ആത്മാവിൽ നിങ്ങളെ ശക്തീകരിക്കുന്നു. അഭിഷേകത്തോടെ നിങ്ങളെ കൊണ്ടുവരുന്നു. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി ഇന്ന് പകൽ തൻ്റെ ജനം ഒന്ന് തിരിച്ച് അറിയട്ടെ. അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായം 31-ാമത്തെ വാക്യം. അങ്ങനെ യഹൂദിയ, ഗലീല, ശമരിയ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനം ഉണ്ടായി. സഭ ആത്മീയ വർധന പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനത്തിലും നടന്ന് പെരുകി. അപ്പോസ്തല പ്രവർത്തികൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികളാണ്. 2-ാം അധ്യായം മുതൽ ഹോളി സ്പിരിറ്റിൻ്റെ പവർ വ്യാപരിച്ചപ്പോൾ 120 പേർ പലയിടത്തേക്ക് സ്പ്രെഡായി. ആത്മാവിൽ അവർ സഞ്ചരിച്ചു. നിഴൽ തട്ടുമ്പോൾ രോഗികൾ സൗഖ്യമായി. അഭിഷേകത്തിൻ്റെ ശക്തി വ്യാപരിച്ചതിന് ശേഷം ദൈവം ഒരു ശൗലിനെ തിരഞ്ഞെടുത്തു. അധികാരപത്രമുള്ളവൻ, കഴിവുണ്ടെന്ന് സ്വയം അകത്തളങ്ങളിൽ ചിന്തിച്ചവൻ, അപ്പോൾ തന്നെ വലിയ വിദ്യാഭ്യാസമുള്ളവൻ, സമ്പത്തുള്ളവൻ, ദൈവസഭയെ ഉപദ്രവിച്ചവൻ. പക്ഷെ ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് സൂര്യനെ വെല്ലുന്ന ഒരു വലിയ വെളിച്ചം തൻ്റെ മേൽ നിഴലിടുകയും യേശുവിൻ്റെ സാന്നിധ്യം വ്യക്തമായി മനസ്സിലാക്കി പൗലോസ് കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെടുകയാണ് പിന്നീടുള്ള അധ്യായം. അങ്ങനെ സഭയ്ക്ക് ഉപദ്രവങ്ങൾ പിന്നീട് ഒത്തിരി നേരിട്ടു. പക്ഷേ പ്രാർത്ഥിക്കുന്ന സഭ, ദൈവശക്തി ഏറ്റെടുക്കുന്ന സഭ. നമുക്കറിയാം സ്തെഫാനോസിൻ്റെ കാര്യമൊക്കെ. കല്ലെറിഞ്ഞ് ഭക്തനെ കൊന്നപ്പോൾ ആരും എഴുന്നേറ്റ് നിന്നില്ല. സ്വർഗം തുറന്നു. കർത്താവ് എഴുന്നേറ്റ് നിന്നു. പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നു. പ്രിയരെ, കല്ലേറ് വരുമ്പോൾ, വേദന വരുമ്പോൾ, കഷ്ടങ്ങൾ വരുമ്പോൾ, തകർച്ച വരുമ്പോൾ സ്വർഗം നമുക്ക് വേണ്ടി എഴുന്നേറ്റ് വരുമെന്നൂടെ നിങ്ങൾ മനസ്സിലാക്കണം. 8-ാം അധ്യായം നോക്കുമ്പോൾ അന്ന് യെരൂശലേമിലെ സഭയ്ക്കൊരു വലിയ ഉപദ്രവം നേരിട്ടു. അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദിയ, ശമരിയ ദേശങ്ങളിൽ ചിതറിപ്പോയി. സഭ ചിതറിപ്പോയി. സഭ എന്താണ്? വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. സഭ എന്താണ്? കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സമൂഹമാണ്. സഭ ആരാണ്? കർത്താവിൻ്റെ മണവാട്ടിയാണ്. ചിതറിപ്പോയി, ഭയപ്പെട്ടുപോയി, ശിഥിലമാകുമെന്ന് പിശാച് അവകാശവാദം പറഞ്ഞു. പക്ഷേ ഇന്ന് പകൽ ഞാൻ ദൂത് വിളിച്ചു പറയട്ടെ, കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട കുടുംബമേ, സഹോദരങ്ങളെ, നിങ്ങളെ ശിഥിലമാക്കാൻ, തകർത്ത് കളയാൻ, ഒതുക്കിക്കളയാൻ, പുറത്തേക്ക് വരുത്തത്തിൽ നിന്ന് വാദിക്കാൻ ശക്തമായ വെല്ലുവിളികൾ വരും. പക്ഷേ അതിൻ്റെ നടുവിലും എൻ്റെ ജനത്തെ പുറത്ത് കൊണ്ടുവരുന്ന ദൈവം. നോക്കൂ, ഇവിടെ ചിതറിപ്പോയി. അതുകൊണ്ടാണ് നമ്മുടെ കുറിവാക്യം അങ്ങനെ ചിതറിപ്പോയ, ഭാരപ്പെട്ട, വേദനിച്ച, എന്തു ചെയ്യുമെന്നറിയാതെ ഒറ്റപ്പെട്ടു പോയ സമൂഹത്തെ ദൈവം കൈവിട്ടില്ല. അവിടെയും അവർ പേഴ്സണലായിട്ട് പ്രാർത്ഥിക്കാൻ, മുട്ടുമടക്കാൻ തയ്യാറായി. എവിടൊക്കെ ചിതറിപ്പോയോ അവിടെ നിന്നെക്കൊണ്ട് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നോക്കൂ, അങ്ങനെ യഹൂദ്യ സ്തുതിക്കുന്നവരുടെ ഒരു കൂട്ടമായി യഹൂദ്യ. അടുത്തത് നോക്കണേ, ഗലീല, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വന്ന കർത്താവിൻ്റെ കാലിൽ ചവിട്ടിയ ഗലീല, മരണം മാറ്റിയ ഗലീല. അടുത്ത ശമരിയ, പോകാനറയ്ക്കുന്ന ദേശം. പക്ഷേ ഇവിടൊക്കെ സഭയ്ക്ക് സമാധാനമുണ്ടായി. ഇന്നു പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, നീ എന്നെ പരിശുദ്ധാത്മാവ് എവിടെ ആക്കിയിരിക്കുന്നോ, ദൈവം ഇവിടെ സമാധാനം വരുത്താൻ പോകുക. ഭയപ്പെട്ടിരിക്കുന്ന വിഷയത്തിന്മേൽ, ഭാരപ്പെട്ടിരിക്കുന്ന വിഷയത്തിന്മേൽ, ആകുലപ്പെട്ടിരിക്കുന്ന വിഷയത്തിന്മേൽ ഇന്ന് പകൽ ദൈവാത്മാവ് വലിയ സമാധാനം നൽകിയ. കഴിഞ്ഞ നാളുകളിൽ നിന്നെ ഭീഷണിപ്പെടുത്തി, പേര് നഷ്ടപ്പെടുത്തി, നീ ദൈവസഭയായി നിൽക്കുവാൻ അനുവദിക്കത്തില്ലെന്ന് വാദിക്കുന്ന ചില വ്യാപാരങ്ങളുടെ മേൽ ഇന്ന് പകലിലും സ്വർഗം ജയം കൽപ്പിക്കുക. അടുത്തത്, സഭയ്ക്ക് സമാധാനമുണ്ടായി.
എന്തിനാ സമസഭ ആത്മീക വർധനവ് പ്രാപിച്ചു. ഉപദ്രവം വരുമ്പോൾ, കഷ്ടങ്ങൾ വരുമ്പോൾ, വെല്ലുവിളികൾ വരുമ്പോൾ പ്രിയരെ തകരത്തില്ല, ആത്മീക വർധനമാണ്. ഇന്ന് പകൽ ചില കുടുംബങ്ങളോട് വിളിച്ചു പറയുന്നു, ചില കഷ്ടങ്ങൾ വന്നത്, വേദന വന്നത്, ഉപദ്രവം വന്നത്, ഒറ്റപ്പെടുത്തിയത് ആത്മീക വർധനവിലേക്ക്. അടുത്തത് അവിടെ കൊണ്ട് തീർന്നില്ല. കർത്താവിനോടുള്ള ഭക്തി മുറുകെ പിടിക്കാൻ, കർത്താവിനോട് ചേർന്ന് നടക്കാൻ, കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കാൻ. അടുത്തത് പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനം എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസിനനുസരിച്ച് മുമ്പോട്ട് പോകാൻ, ഹോളി സ്പിരിറ്റ് പറയുന്നത് കേൾക്കാൻ, ആത്മാവിൽ നടക്കാൻ, ആത്മാവിൽ സഞ്ചരിക്കാൻ, അഭിഷേകത്തോടെ മുൻപോട്ട് പോകാൻ ദൈവം തൻ്റെ സഭയെ ഒരുക്കുന്ന കാലഘട്ടമാണ്. മനസ്സിലായോ? ഒറ്റപ്പെട്ടു എന്ന് ചിന്തിക്കരുത്, ഞാൻ എങ്ങനെ പിടിച്ചു നിൽക്കുമെന്ന് ചിന്തിക്കരുത്. ഇവിടെ ദൈവം ഒരു സമാധാനം. നോർമലാണോ? സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം, ദൈവശക്തി, ഹോളി സ്പിരിറ്റ് പവർ നിങ്ങളുടെ മേൽ വരും. നിങ്ങൾ പ്രവചിക്കും, നിങ്ങൾ ആത്മാവിൽ സഞ്ചരിക്കും, ആത്മശക്തി നിങ്ങളുടെ ശരീരത്തിൽ വരും, ബലഹീനതകൾ മാറും, ഏത് ഉപദ്രവങ്ങളെയും തരണം ചെയ്യാൻ, ഓവർകം ചെയ്യാനുള്ള ഒരു സ്പിരിച്വൽ അതോറിറ്റി ഇന്നും പകൽ ഹോളി സ്പിരിറ്റ് തൻ്റെ ജനത്തിൻ്റെ മേൽ നൽകുന്ന പകൽക്കാലമാണ്. ആത്മീക വർധനവിലേക്ക്, ആത്മാവിൽ പാടാൻ, ആത്മാവിൽ പ്രാർത്ഥിക്കാൻ, ആത്മാവിൽ വിശ്വാസത്തോടെ കമാൻഡ് ചെയ്യാൻ ദൈവം നിങ്ങളെ ഒരുക്കെ. ഈ ശോധന തകർച്ചയ്ക്കല്ല, എന്തിനല്ല. നീ ചിന്തിക്കുന്നു ഇവിടം കൊണ്ട് അസ്തമിച്ചില്ല, ഇപ്പുറത്ത് ആത്മാവിൻ്റെ കരുത്തോടെ ഇനിയും ചിലതിനെ കുടനേടാൻ, ഇനിയും ചില പ്രവർത്തി ചെയ്യാൻ, ആത്മാവിൻ്റെ ശക്തമായ ചില ചലനങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങൾ വെളിപ്പെടുത്താൻ ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കേണ്ടതുണ്ട്. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യോ. ദൈവകൃപയുടെ ആഴങ്ങൾ വെളിപ്പെട്ടു വരട്ടെ. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ഞങ്ങളുടെ ദൈവമേ, സഭയ്ക്ക് ഉപദ്രവം നേരിട്ട് ചിതറിപ്പോയി ഇനിയും ആ സഭയോടെ കാണത്തില്ലെന്ന് പിശാച് വാദിച്ചപ്പോൾ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ലെന്ന് അരുളി ചെയ്ത കർത്താവേ, ആത്മാവിൻ്റെ ശക്തി അവിടെ പകർന്ന് ദൈവിക സമാധാനം സഭയ്ക്കകത്ത് വ്യാപരിച്ച് ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിൽ ദൈവിക സമാധാനവും ഹോളി സ്പിരിറ്റിൻ്റെ ഗൈഡൻസും, ഹല്ലേലൂയ, കർത്താവിൻ്റെ ഭക്തിയും ഇന്ന് പകൽ വെളിപ്പെടുന്നതിനായി സ്തോത്രം. രോഗികളെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആത്മാവിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് പകലിലും വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവ് ചില ഹൃദയങ്ങളെ ടച്ച് ചെയ്യുന്നതിനായി സ്തോത്രം. തകർന്നു പോയ, ക്ഷീണിച്ചു പോയ ചിലരെ ഇന്ന് പകൽ ഹോളി സ്പിരിറ്റ് ബലപ്പെടുത്തി സഭയുടെ തൂണുകളാക്കി നിർത്തുന്നതിനായി സ്തോത്രം. ആത്മീയ ആരാധനയ്ക്ക് വേണ്ടി അവരെ ഒരുക്കുന്നതിനായി സ്തോത്രം. അവരുടെ തലമുറകളുടെ മേൽ അഭിഷേകം വ്യാപരിക്കുന്നതിനായി സ്തോത്രം. ചിലരെ തിരിച്ചു വരുത്തുന്നതിനായി സ്തോത്രം. ശിഥിലമായി പോയ, ചിതറിപ്പോയ ചിലരെ പരിശുദ്ധാത്മാവ് ശേഖരിക്കുന്നതിനായി സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ചിതറിപ്പോയിടത്തു നിന്ന് ശേഖരിക്കുന്ന, സമാധാനം വരുത്തുന്ന, കർത്താവിൻ്റെ ഭക്തിയിലും കൃപയിലേക്കും നമ്മളെ നയിക്കുന്ന, ആത്മീക അനുഭവങ്ങളുടെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ദൈവസ്നേഹത്തിന് സ്തോത്രം ചെയ്യാം. ഉപദ്രവം നേരിട്ടതും വേദന വന്നതും കഷ്ടം വന്നതും വെറുതെയല്ല. ഹോളി സ്പിരിറ്റിൻ്റെ പ്രബോധനത്തിലൂടെ നടക്കാൻ, ആ ഗൈഡൻസിലൂടെ മുമ്പോട്ട് പോകാൻ ദൈവം ഇതിലൂടെ നമ്മെ സഹായിക്കും. ഈ വചനങ്ങളാൽ അവിടെ നമ്മെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പ്രസ്ബിറ്റർ മാത്യു.